നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മൾ ഷൈനിയുടെ വിഷയം ചർച്ച ചെയ്തപ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ ഷൈനിയുടെ ഭർത്താവിന്റെ വീട്ടുകാർ അവരോട് കാണിച്ചിട്ടുള്ള ക്രൂരതകളെ കുറിച്ചൊക്കെ നമ്മൾ വിശദീകരിച്ചു. എന്നാൽ ഇന്നിപ്പോൾ നമ്മൾ 2 ദിവസമായി കേട്ടുകൊണ്ടിരിക്കുന്നത് ഷൈനിക്ക് സ്വന്തം കുടുംബത്തിൽ, അതായത് സ്വന്തം പിതാവിൽ നിന്ന് പോലും ക്രൂരതകൾ നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. നമുക്ക് അതായത് ഷൈനി മരിച്ചതിന് ശേഷം ഷൈനിയുടെ പിതാവ് മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ശരീരഭാഷ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഒരു മകൾ നഷ്ടപ്പെട്ടതിന്റെ വേദന അയാളുടെ മുഖത്തുണ്ടായിരുന്നില്ല. ചിരിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തന്റെ 2 പേരക്കുട്ടികളെയും കൂടിയാണ് നഷ്ടപ്പെട്ടത്. എന്നാൽ ആ വേവലാതി ഒന്നും അദ്ദേഹത്തിന്റെ മനസ്സിൽ അല്ലെങ്കിൽ ആ സംസാരത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും ഇപ്പോൾ ഷൈനിയെ കൊന്നതിൽ, ഷൈനി മരിച്ചതിൽ സ്വന്തം കുടുംബത്തിനും പങ്കുണ്ട് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. നമ്മളെപ്പോഴും ഈ ഭർത്തൃ വീട്ടിൽ പീഡനങ്ങൾ നടക്കുമ്പോഴൊക്കെ നമ്മൾ ഒരുപാട് കമന്റുകൾ കാണാറുള്ളത്, എന്തിനാണ് ഇത്ര ക്രൂര പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് അവിടെ നിന്നത്, സ്വന്തം വീട്ടിലേക്ക് വരാമായിരുന്നില്ലേ, സ്വന്തം മാതാപിതാക്കളെ അറിയിക്കാമായിരുന്നില്ലേ എന്നൊക്കെ നമ്മൾ ചില കമന്റുകളൊക്കെ ഇടാറുണ്ട്. പക്ഷേ സ്വന്തം കുടുംബത്തിൽ പോലും ക്രൂരത നേരിടേണ്ടി വരികയാണെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് ഒരു പ്രതീക്ഷ? ഈ പെൺകുട്ടികൾക്ക് എന്താണ് ഒരു പ്രതീക്ഷ? ശരിക്കും ഇത്തരത്തിലുള്ള മാതാപിതാക്കൾ കൂടി നിയമത്തിന്റെ മുന്നിൽ വരേണ്ടതാണ്. അവർക്കെതിരെയും ശക്തമായ നടപടികൾ ഉണ്ടാകണം. നമുക്ക് എല്ലാ കാലത്തും ഇങ്ങനെ ഓരോരുത്തരായി മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ചർച്ച നടത്തുന്നതിൽ കാര്യമില്ലല്ലോ. അതിന് പിന്നിൽ കൈയുള്ള എല്ലാവരും നിയമത്തിന് മുന്നിലേക്ക് വരണം. ഇന്നിപ്പോൾ കോടതി കൃത്യമായ ഇടപെടൽ ഷൈനിയുടെ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട്. അതായത് കോടതി പറയുന്നത് ഭർത്തൃ വീട്ടുകാരാണെങ്കിലും സ്വന്തം വീട്ടുകാരാണെങ്കിലും കർശന നടപടികൾ ഉണ്ടാകും എന്നുള്ള തരത്തിലേക്ക് കോടതിയും തറപ്പിച്ചു പറയുകയാണ്. അതായത് കോടതിയുടെയും മനസ്സ് മരവിക്കുന്നു. ഇത്തരത്തിലുള്ള വാർത്തകൾ കണ്ടും കേട്ടും കേരളം ഇതെങ്ങോട്ട് എന്നുള്ള ഒരു ചിന്ത കോടതിക്ക് പോലും തോന്നി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ പോലീസിലും കോടതിയിലും ഒക്കെ ആണല്ലോ. പോലീസിൽ നമുക്ക് വലിയൊരു പ്രതീക്ഷ ചില സമയങ്ങളിൽ വെക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളും വരാറുണ്ട്. എന്നാൽ കോടതി ശക്തമായ ഇടപെടൽ നടത്തണം എന്നുള്ള ഒരു ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും നമുക്ക് ഷൈനിയുടെ പിതാവിന്റെ ആ ഒരു മനോഭാവം, ശരിക്കും അയാൾ കൂടി ചേർന്നാണോ ആ പെൺകുട്ടിയെ, ആ സ്ത്രീയെ, 2 മക്കളെയും കൂടി ഇല്ലാതാക്കിയത്? നമ്മള് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ, പ്രശോഭ പറഞ്ഞതുപോലെ തന്നെ, ഈ ഷൈനിയുടെ അച്ഛന്റെ ബോഡി ലാംഗ്വേജ് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് പലപ്പോഴും ആ ഒരു, നമ്മൾ പലയിടത്തും അയാൾ കൊടുത്ത ഇന്റർവ്യൂസ് കണ്ടു, പലതിലും അയാൾ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. അത് എനിക്കറിയില്ല, അത് അങ്ങനെ ആയിരുന്നില്ല എന്നൊക്കെ വളരെ ഒട്ടും ഒരു ഇൻവോൾവ്മെന്റ് കുറഞ്ഞതായിട്ട്, അല്ലെങ്കിൽ തന്റെ തടിയൂരാൻ വേണ്ടി രക്ഷപ്പെടുന്നത് പോലെ. അയാൾ പറയുന്നുണ്ട് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തിട്ടാണ് ഞങ്ങൾ വിട്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ എന്റെ ഒരു ഇന്നർ മീനിങ് വരുന്നത്, ഞങ്ങൾ കൊടുക്കാനുള്ളതെല്ലാം കൊടുത്ത് ഞങ്ങളുടെ കുട്ടിയെ പറഞ്ഞയച്ചു, ഇനി ഞങ്ങൾക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല, പിന്നീട് അവൾ അവിടെ ജീവിക്കണമായിരുന്നു എന്ന രീതിയിൽ ഒരു കയ്യൊഴിയൽ അവിടെ ഉണ്ടായിരുന്നു എന്ന് ചില ചർച്ചകളിൽ നമുക്ക് തോന്നും. പക്ഷെ ഇത് ആൾക്കാർ പക്ഷെ പലരും പറഞ്ഞതുകൊണ്ടായിരിക്കാം ഇപ്പൊ പുതിയ ചർച്ചകളിൽ, അല്ലെങ്കിൽ അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ ബോഡി ലാംഗ്വേജ് അങ്ങനെയായിപ്പോയി, എന്റെ സംസാര രീതി ഇങ്ങനെയാണ്, എന്റെ സ്വഭാവം, എന്റെ രൂപം അങ്ങനെയാണ്, അല്ലാതെ എനിക്ക് എന്റെ മകള് വളരെ പ്രിയപ്പെട്ടവളായിരുന്നു എന്ന് അയാൾ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ തന്നെ അങ്ങനെ പറയുമ്പോൾ 1-2 സംശയങ്ങൾ നമുക്ക് വരുന്നത്, അങ്ങനെ ഒരു കുട്ടിയെ ഇയാൾ തന്നെ പറയുന്നു രാത്രിയാണ് വീട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്നത്, പുറത്ത് നിൽക്കുമായിരുന്നു, അവിടുന്ന് എടുത്ത് വിളിച്ചു കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ വിളിച്ചു കൊണ്ടുവന്ന ആ പെൺകുട്ടിയെ ശരിക്കും സംരക്ഷിക്കാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നു. ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്ന 2 പേരക്കുട്ടികളും ഉണ്ടായിരുന്നു. ഷൈനി എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് എവിടെയെങ്കിലും ജോലി കിട്ടണം, അതിനു മുമ്പ് ഈ കുട്ടികളെ ഹോസ്റ്റലിലാക്കണം എന്നാണ് തലേ ദിവസം പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ കോളിൽ നമ്മൾ കേൾക്കുന്നത്. അതുപോലെ തന്നെ ആ ഫോൺ കോൾ ശ്രദ്ധിച്ചറിയാൻ വളരെ പതുക്കെയാണ് സംസാരിക്കുന്നത്, സ്വരം താഴ്ത്തിയാണ്. കാരണം ഈ സംസാരിക്കുന്നത് പുറത്താരും അറിയരുത് എന്നുള്ള മട്ടിൽ. പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്വന്തം വീട്ടിലായിരുന്നു. അപ്പൊ അവിടെ ഒന്ന് ഉറക്കെ സംസാരിക്കാൻ പോലുമുള്ള ധൈര്യം ഇല്ലാതെയാണോ ഇരുന്നിരുന്നത്? അതുപോലെ ഈ കുട്ടിയുടെ തന്നെ ഒരു ചെറിയ കുട്ടി പറഞ്ഞതായിട്ടുള്ള ഒരു പ്രസ്താവന കേട്ടിരുന്നു. അമ്മയുടെ അച്ഛൻ, അപ്പാപ്പൻ ഇങ്ങനെ അമ്മയെ വലിച്ചിഴച്ച് കൊണ്ടുവന്നിട്ടത് ഞാൻ കണ്ടു എന്ന് പറയുന്നു. അത് മുമ്പ് അവർ ജോലിക്ക് നിന്നിരുന്ന സ്ഥലത്ത് ഒരു ബയോ പ്ലാന്റിന്റെ അവിടെയാണ് ഈ ബയോ പ്ലാന്റിൽ നിന്ന് മാലിന്യം ഒഴുകുന്നു, നാറ്റം വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇയാൾ കേസ് കൊടുത്തത്, ഈ പ്ലാന്റ് പൂട്ടിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിലുള്ള ആ സ്റ്റാഫ് ഉണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞതാണ്, ഇവരുടെ കഴുത്തില് കരിഞ്ഞിരിച്ച ഒരു അടയാളം ഉണ്ടായിരുന്നു. അപ്പൊ ഈ മകള് പറഞ്ഞു എന്ന്
അപ്പാപ്പൻ ഇങ്ങനെ അമ്മയെ വലിച്ചഴച്ചു കൊണ്ടുവരുന്നത് കണ്ടു എന്ന്. അപ്പോ സ്വന്തം വീട്ടിലും പീഡനം തന്നെയായിരുന്നു. ഭർത്താവിന്റെ വീട്ടിലെ പീഡനത്തിനെ കുറിച്ച് നമ്മളെല്ലാവരും വാദോരാതെ പറഞ്ഞിരുന്നു. ഭർത്താവിന്റെ വീട്ടിൽ പീഡനം ചെയ്തത് നല്ലതായി എന്നല്ല പറയുന്നത്. ആ കുട്ടിക്ക് പക്ഷെ അവിടെ ഉണ്ടായിരുന്നത് പോലെ തന്നെയുള്ള ഒരു ബുദ്ധിമുട്ടുകള് അല്ലെങ്കിൽ അതിന്റെ ഒരു എതിർപ്പുകളും എല്ലാം തന്നെ സ്വന്തം വീട്ടിലും അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ ഭർത്താവിന്റെ വീട്ടിലുണ്ടായിരുന്നത് അതുപോലെ തന്നെയുള്ള ഉത്തരവാദിത്തം ഈ കുട്ടിയുടെ അച്ഛനും ഇല്ലേ ഈ ഉറപ്പായിട്ടും. ഇതില്? ഇപ്പോ പറഞ്ഞതുപോലെ തന്നെ ഷൈനി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് തനിക്ക് ജോലി കിട്ടിയാൽ ആദ്യം ചെയ്യാനിരുന്നത് തന്റെ പെൺമക്കളെ ഹോസ്റ്റലിലാക്കുക എന്നുള്ളതാണ്. എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ എപ്പോഴും ചിന്തിക്കാറുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മക്കളൊക്കെ അച്ഛനും അമ്മയും ഒക്കെ ഉള്ള വീട്ടമ്മമാർ അവര് പുറത്ത് ജോലിക്ക് പോകുമ്പോൾ അവർക്ക് ഏറ്റവും വലിയ ആശ്വാസം എന്റെ അച്ഛനും അമ്മയും കുട്ടികളെ നോക്കുമല്ലോ എന്നാണ്. പക്ഷെ ഇവിടെ ഷൈനി തന്റെ മക്കളെ ഹോസ്റ്റലിലാക്കാനാണ് വ്യഗ്രത കാണിച്ചത്. അപ്പോൾ ആ വീട്ടിൽ മക്കൾ സുരക്ഷിതരല്ല എന്ന് അവർക്ക് അല്ല, തോന്നിയിട്ടില്ല. ഇയാള് തന്നെ പറഞ്ഞിരുന്നു നീ എവിടെ വേണേ ജോലിക്ക് പോക്കോ, അതിനു മുമ്പ് ഇതുങ്ങളെ കൊണ്ട് വല്ല ഹോസ്റ്റലിലും ആക്കിക്കോ. അപ്പോൾ ആ വീട്ടിൽ ആ കുട്ടികളെ സംരക്ഷിക്കാൻ അവർ തയ്യാറായിരുന്നില്ല എന്ന് തന്നെ വേണം കരുതാൻ. അവിടെയാണെങ്കിൽ തന്റെ കുട്ടികൾക്കും തനിക്ക് നേരിട്ടതുപോലത്തെ ക്രൂരതകൾ നേരിടേണ്ടി വരും എന്ന് അവർ കരുതിയിട്ടുണ്ടാകും. അപ്പോൾ ആ കുട്ടികൾക്ക് പോലും, അതായത് അദ്ദേഹത്തിന്റെ പേരക്കുട്ടികളാണ് ആ രണ്ട് കുട്ടികൾ, അവർക്ക് പോലും, അതും രണ്ട് പെൺകുട്ടികൾ, സുരക്ഷിതരായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. അപ്പോൾ ഒരു കണക്കിന് ഷൈനിയുടെ ഒരു അവസ്ഥ പറഞ്ഞാൽ ഏറെ ദാരുണമായി എന്ന് നമ്മൾ പറയുന്നത്, രണ്ട് പെൺകുട്ടികളെ ഈ ചിറകിനടിയിൽ സംരക്ഷിച്ച് ഓടി 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 നടക്കുന്ന ഒരമ്മ, അവർക്ക് എത്രത്തോളം അതിന് കഴിയും? കണ്ണൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ എന്തും സംഭവിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഒരുപക്ഷെ അവർക്ക് ഇനിയും അത് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് തോന്നാത്ത കഴിഞ്ഞിരിക്കുന്നു, എല്ലാം അവസാനിച്ചു എന്നൊരു ഘട്ടത്തിലായിരിക്കാം അത്തരം ഒരു തീരുമാനമെടുക്കുന്നത്. അപ്പോൾ തന്റെ സുരക്ഷയേക്കാൾ കൂടുതൽ ആ അമ്മ ഭയന്നിരുന്നത് തന്റെ മക്കളുടെ സുരക്ഷയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഒരുപാട് ജോലികൾക്ക് വേണ്ടിയിട്ടൊക്കെ അവർ ശ്രമിക്കുമ്പോഴും സ്വന്തം വീട്ടിൽ സ്വന്തം അപ്പൻ പോലും മകളുടെ ജോലി ഇല്ലാതാക്കാനുള്ള ശ്രമം. ആ ബയോ പ്ലാന്റിന്റെ ഒരു പ്രശ്നം പറഞ്ഞിട്ട് അയാൾ ഇവർക്ക് ഉണ്ടായിരുന്ന ജോലി, അന്ന് അവര് പറഞ്ഞു അവിടെ 25,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ അത്രയും ശമ്പളമുള്ള ഒരു ജോലി വേണ്ട എന്ന് വെക്കേണ്ടി വരികയാണ്. കാരണം ഈ അച്ഛന്റെ ഈ ഇടപെടൽ കാരണമാണ് ആ കമ്പനി പൂട്ടിക്കാനാണ് അയാൾ ശ്രമിച്ചിരുന്നത്. ഇപ്പോ ഷൈനിയുടെ പിതാവ് പറയുന്നുണ്ട്, എന്റെ ശരീരഭാഷ അങ്ങനെയാണ്, ഞാൻ പ്രതികരിക്കുന്നത് അങ്ങനെയാണ്. എത്ര എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരച്ഛൻ തന്റെ മകളെ നഷ്ടപ്പെടുമ്പോ ശബ്ദമൊന്ന് ഇടറുകയെങ്കിലും ചെയ്യും, കണ്ണൊന്ന് നിറയും. അല്ലെങ്കിൽ ഇത്ര ഒരു ഇതോടെ നിന്ന് ഒരു മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാൻ നമുക്ക് കഴിയുമോ? ഇതിന്റെ കൂടെ തന്നെ ഈ കഥയുമായിട്ട് ഇതുമായിട്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ തന്നെ നമ്മുടെ അഹാന്റെ അതിൽ നമ്മൾ പറഞ്ഞു ആ റഹീമിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അയാൾക്ക് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല, അയാൾക്ക് ആ വാക്കുകൾ കിട്ടുന്നില്ല. കാരണം അയാൾ നെഞ്ചു പൊട്ടിയാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയല്ലേ ശരിക്കും ഒരു അച്ഛന് ഉണ്ടാകേണ്ടത്? കാരണം മക്കളെ നഷ്ടപ്പെട്ട്, മകളെയും പേരക്കുട്ടികളെയും നഷ്ടപ്പെട്ട് നിൽക്കുന്ന, അതും ഒരു ദാരുണ മരണമായിട്ടുണ്ടായിരിക്കുക. തന്റെ അന്ന് മാത്രമല്ല അയാൾക്ക് തന്നെ ഒരു കുറ്റബോധം തോന്നേണ്ട കാര്യമാണ്. ആ കുട്ടിക്ക് ഷൈനിക്ക് തോന്നിയില്ല എന്റെ മക്കളെയും എന്നെയും നോക്കാൻ എന്റെ അച്ഛനുണ്ട് അല്ലെങ്കിൽ എന്റെ അമ്മയുണ്ട് എന്ന് തോന്നാത്തത് കൊണ്ടാണ് ഇവര് പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവരെ തള്ളിവിട്ടതല്ലേ ഇവരെല്ലാവരും? ശരിക്കും ആത്മഹത്യ എന്ന് പറയുമ്പോൾ അവരുടെ ശരീരം പോലും ഒന്ന് നേരെ ചൊവ്വേ ബന്ധുക്കൾക്ക് കാണാൻ കിട്ടിയില്ല. പെറുക്കി കൂട്ടിക്കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം. അതിനകത്തിൽ അമ്മയുടെ ശരീരഭാഗങ്ങൾ ഏതാ, മക്കളുടെ ശരീരഭാഗങ്ങൾ ഏതാ, അതൊന്നും തിരിച്ചറിയാത്ത ഒരു സാഹചര്യത്തിലാണ് ആ ബോഡികൾ കൊണ്ടുവരുന്നത്. അപ്പോൾ പോലും ഇങ്ങനെ നിന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ സംസാരിക്കാൻ സാധാരണ ശരിക്കും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഇപ്പൊ ഒരു ആശ്വാസം തോന്നിയിട്ടുണ്ടായിരിക്കും, ഒരു തലവേദന എന്ന് മാത്രമല്ല ഇനി അയാളുടെ മുന്നിൽ ഈ കേസ് ഒന്നും എന്റെ അടുത്തേക്ക് വരരുത്. കാരണം ഈ ഫോൺ അന്വേഷിച്ചു വന്നു കഴിഞ്ഞപ്പോ ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ഈ ഫോൺ എവിടെ ചോദിച്ചപ്പോ എനിക്കറിയാൻ പാടില്ല. അതെങ്ങനെ എനിക്കറിയാം? അതൊക്കെ പോലും അന്വേഷണ ഉദ്യോഗസ്ഥർ വന്നപ്പോ എടുത്തു കൊണ്ടുപോയിട്ടുണ്ടാവും, എനിക്കറിയില്ല. പക്ഷെ അത് അവിടെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം എന്തൊക്കെയോ ഒളിപ്പിക്കാൻ നോക്കുന്ന പോലെ അല്ലെങ്കിൽ ഒന്നും പറയാത്തത് പോലെ ആ ഒരു മട്ടിലാണ് അയാൾ പറഞ്ഞിരുന്നത്. അതുപോലെ അന്ന് ആ കുട്ടികളെ കൊണ്ടുപോകുന്ന CCTV ദൃശ്യങ്ങൾ, അത് ഇയാളുടെ ശത്രുവായിട്ടുള്ള ആ ബയോഗ്യാസ് സംഭവം ഉണ്ടായിട്ടുള്ള ആ കമ്പനിയിലെ CCTVയിലാണ് ഇത് തെളിഞ്ഞിട്ടുള്ളത്. അതിൽ ഈ ചെറിയ കുട്ടി അമ്മയെ പിടിച്ച് പിന്നിലേക്ക് വലിക്കുന്നുണ്ട്. പക്ഷെ മൂത്ത കുട്ടി ഇറങ്ങുക തന്നെയാണ്. അപ്പൊ ആ കുട്ടി ഇതിനെല്ലാം കുറച്ചുകൂടി തിരിച്ചറിവായ കുട്ടിയാണ്. ആ കുട്ടി ഇതിനെല്ലാം സാക്ഷിയാണ്. ശരി, അമ്മ പറഞ്ഞു കഴിഞ്ഞപ്പോ അവളത് കേട്ടിട്ടുണ്ട്, ശരി മരിക്കാമെന്ന് ആ കുഞ്ഞു പോലും തീരുമാനിച്ചു.
അപ്പോ അതുപോലെ തന്നെ ഈ കുട്ടികള് മൂത്ത മകനെ വിളിച്ച്, ഈ കുട്ടികളുടെ ചേട്ടനെ വിളിച്ച് പറയുന്നു, ചേട്ടായി ഞങ്ങൾ പോവാണ്, ഇനി കാണില്ല. അപ്പൊ അവരത് മനസ്സിലാവുന്നില്ല, എന്താണ് ഇവര് പറഞ്ഞത് അത് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ ആ കുട്ടിക്ക് മനസ്സിലായിരുന്നെങ്കിൽ, എന്താണ് ഇങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലായെങ്കിൽ, ഒരുപക്ഷെ ഈ അപ്പൂപ്പനെയോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചത് പറഞ്ഞിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നൊരു ദുരന്തം ആരെങ്കിലും ആ സമയത്തൊന്ന് ചെല്ലാനുണ്ടായിരുന്നെങ്കിൽ, ദൈവത്തിന്റെ ഒരു കൈ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് സത്യം പറഞ്ഞാൽ കേരളക്കര മുഴുവനും ആഗ്രഹിക്കുന്നത്. അല്ല, നമ്മൾ ഈ ഷൈനി ഒരു പ്രതീകമാണ്. നമ്മള് ശരിക്കും ഈ കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാൽ മക്കളെ കൊണ്ടുള്ള ഉത്തരവാദിത്വം കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരൻസ് ഉണ്ട്. ഇപ്പോഴും നമ്മൾ പ്രബുദ്ധരാണ് എന്ന് തള്ളി മറിക്കുമ്പോൾ തന്നെ അങ്ങനെ തന്നെ കരുതുന്നവരുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ വലിയ മറ്റേ സ്വത്തും അതുപോലെ തന്നെ കാറും സ്വർണവും ഒക്കെ കൊടുത്ത് കെട്ടിക്കുമ്പോ നമ്മൾ വീമ്പ് പറയാറുണ്ട്. അതായത് ഞങ്ങള് മകൾക്ക് അത്രയും സ്വർണം കൊടുത്താണ്, അത്രയും കാറും മറ്റേ സംഭവമൊക്കെ കൊടുത്താണ് കെട്ടിച്ചത്. പക്ഷെ മകൾ സുരക്ഷിതയാണോ? അതിനെക്കുറിച്ചൊന്നും അല്ല വേവലാതി. ഇതിന്റെ ഇടയിൽ ഒന്നുകൂടി പറയാനുണ്ട്. ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പലരും പറയുന്ന ഒരു ഭാഷയുണ്ട്, ഇനി ഞങ്ങൾ ഒന്നിലേക്കും ഇടപെടേണ്ട കാര്യമില്ല, അച്ഛനും അമ്മയും ഇനി അവരുടെ കാര്യങ്ങളൊന്നും ഇടപെടണ്ട, അതൊക്കെ 2 കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്തു, അവരങ്ങ് ജീവിച്ചോളും. തെറ്റാണ് ആ പറയുന്നത്. കാരണം ഈ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നവരെ ചെറിയ കുട്ടികളാണ്, അവർക്ക് ജീവിത പരിചയം വന്നിട്ടില്ല. അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, ഭർത്താവിന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടെങ്കിലും ഭാര്യ വീട്ടിൽ പ്രശ്നം ഉണ്ടെങ്കിലും ഇവർ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ പ്രശ്നം ഉണ്ടെങ്കിലും തീർച്ചയായും ആൺകുട്ടിയുടെ അച്ഛനും അമ്മയും പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അതിൽ ഇടപെട്ടേ പറ്റുള്ളൂ. അല്ല, ഈ തീരുമാനിക്കും മുൻപേ തന്നെ ഇടപെട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് എങ്ങനെ ഒരുമിച്ചിരുന്ന് അത് സോൾവ് ചെയ്യാൻ ഏറ്റവും ആദ്യം മുതൽ തന്നെ അതിന് ശ്രമിക്കണം. എല്ലാം കഴിഞ്ഞ് കതിര് കൊണ്ട് വെള്ളം വെക്കുന്നത് പോലെ പിന്നെ കൊണ്ടുപോയിട്ട് അടിപിടിയോ ബഹളോ ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല. അതിനു മുൻപ് തന്നെ കാര്യങ്ങൾ സംസാരിക്കാനും സ്വന്തം മക്കളെയെങ്കിലും പറഞ്ഞു കൊടുക്കാനും, സ്വന്തം മക്കളെ മാത്രമല്ല കല്യാണം കഴിച്ചു വന്ന ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും 2 അച്ഛനമ്മമാർക്കും തുല്യ അവകാശം തന്നെയാണ്. അവരത് മനസ്സിലാക്കിപ്പിക്കാൻ അവർക്ക് കഴിയണം. 2 കൂട്ടരുടെയും അച്ഛനമ്മമാർ ഒരുമിച്ചിരുന്ന് സംസാരിക്കണം. അല്ലാതെ കല്യാണം കഴിച്ചു, ഞങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു, ഇനി ഞങ്ങൾക്ക് അറിയണ്ട എന്ന് പറയുന്നതോ, അല്ലെങ്കിൽ അവസാന നിമിഷം കുട്ടി മരിച്ചു കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിന് ശേഷമോ ഇടപെട്ടിട്ടോ പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. അതിനു മുൻപ് തന്നെ ഇടപെടേണ്ട സ്ഥലത്തിൽ ഇടപെടുക തന്നെ വേണം. അല്ല, നമ്മൾ ഈ ഇടപെടുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ മറ്റൊരു ഒരു വശം കൂടിയുണ്ട്. അതായത് ഈ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിടുമ്പോൾ, അല്ല ഞാൻ അതുകൂടെ പറയുകയാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിടുമ്പോൾ ഒന്ന് നോക്കണ്ട, നീ ഇങ്ങനെ ഇറങ്ങി പോരെന്ന് പറയുന്ന ചില ആൾക്കാർ, അതും അവിടെ പ്രശ്നം, അതും പണ്ടത്തരമാണ്. അതായത് നമുക്കൊരു എന്തുണ്ടെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഇവർ ഇടപെടുക. ഒരു പ്രശ്നമുണ്ട് എന്ന് തോന്നിയാൽ അവിടെ ചെന്ന് അത് എങ്ങനെ പരിഹരിക്കാമെന്നാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ നീ ഇറങ്ങിപ്പോ നമുക്ക് ഞങ്ങളില്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യം, അതെല്ലാം ഒരു താൻ പോരുമയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്. അത് നമുക്കറിയാം. വിസ്മയുടെ കേസ്. വിസ്മയ തന്റെ വീട്ടുകാരോട് പല ആവർത്തി പറഞ്ഞിരുന്നു, എനിക്കിനി ഇവിടെ നിൽക്കാൻ കഴിയില്ല, കാരണം എന്നെ ഉപദ്രവിക്കുന്നു, ബെൽറ്റ് കൊണ്ട് അടിക്കുന്നു, കഴുത്തിന് ഞെക്കിപ്പിടിക്കുന്നു, എടുത്ത് കഴുത്തിൽ പിടിച്ച് ഭിത്തിയോട് ചേർത്ത് വെക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ വീട്ടുകാര് പറഞ്ഞത്, നീ ഒന്ന് ക്ഷമിക്ക്, നീ അവിടെ എന്തുകൊണ്ട് അവർ ഈ വീട്ടിൽ പക്ഷെ ആ പെൺകുട്ടി പ്രശ്നമെന്ന് അറിഞ്ഞില്ല. പക്ഷെ ആ പെൺകുട്ടി മരിച്ചതിന് ശേഷം എന്ത് കരച്ചിലായിരുന്നു. അതിനുശേഷം നിങ്ങൾ കരഞ്ഞിട്ട് എന്ത് പ്രയോജനമാണ്? ആ കുട്ടിക്ക് അതിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കരഞ്ഞത് കൊണ്ടോ വിലപിച്ചത് കൊണ്ടോ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് കുറെ കണ്ണീരൊഴുക്കി കാണിച്ചത് കൊണ്ടോ ഒരു പ്രയോജനവുമില്ല. അവർക്ക് ഇടപെടാനുള്ള ഒരുപാട് അവസരങ്ങൾ ആ പെൺകുട്ടി തന്നെ ഉണ്ടാക്കിയിരുന്നു. ആ സമയത്തൊന്നും നിങ്ങൾ കൃത്യമായ ഇടപെടൽ നടത്താതെ മാറി നിൽക്കുകയാണ് ചെയ്തത്. കല്യാണം ഇയാളുടെ കാര്യത്തിലും പറയുന്നുണ്ട്, ഈ നമ്മുടെ ഇപ്പൊ ഷൈനിയുടെ കാര്യത്തിലും പറയുന്നത് അതുകൊണ്ടാണ്. എത്രയോ കാലം ഈ ഇവര് നാട്ടുകാരെല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇവളെപ്പോഴും വീട്ടിൽ വരുമ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ കൂട്ടരുടെ മുഖം നാട്ടുകാർ പോലും പറയുന്നു, ഈ കൂട്ടരുടെ മുഖം ഒരിക്കലും ചിരിച്ചു കണ്ടിട്ടില്ല. അത്രയും ഈ കുട്ടികൾ, ചെറിയ പേരക്കുട്ടികൾ പറഞ്ഞിരുന്നു, എന്തുകൊണ്ട് ഈ അച്ഛനമ്മയും അറിഞ്ഞില്ല ഇയാളുടെ വീട്ടിൽ ഇത്ര അധികം പീഡനങ്ങൾ ഉണ്ടെന്ന്. അപ്പൊ അറിഞ്ഞിട്ടും അപ്പൊ എല്ലാം മാറി നിൽക്കുകയാണ് ചെയ്തത്. അവസാന ഘട്ടത്തിൽ ഇപ്പോഴും നമ്മുടെ കേരളത്തിന്റെ ഒന്നുകിൽ ഡൈവോഴ്സിന്റെ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ, അല്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ മരിച്ചാൽ അപ്പൊ മാത്രമാണ് ഈ ബന്ധുക്കൾ എന്ന് പറയുന്ന ആൾക്കാര്, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ അച്ഛനും അമ്മയും മുന്നോട്ട് വരുന്നത്. ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് ഇത്. അല്ല, ചില ആൾക്കാരുണ്ട്, അതായത് ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെയാണ്, പിടിച്ചു നിൽക്കണം. എങ്ങനെയൊക്കെയാണ് ഒരാള് ചവിട്ടി കൂട്ടുമ്പോ ആ അടിയും തൊഴിയും കൊണ്ട് കിടക്കുന്നതാണോ ജീവിതം? അങ്ങനെയൊന്നുമല്ല. ഇന്നത്തെ കാലത്ത് നമ്മൾ പറഞ്ഞല്ലോ, നമ്മള് അവനവന് ഒരു റെസ്പെക്ട് കിട്ടണം. അതായത് പരസ്പര ബഹുമാനം ഉള്ളിടത്ത് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ പോലും ബഹുമാനം ഉണ്ടെങ്കിൽ അവിടെ പിന്നീട് വലിയ പ്രശ്നങ്ങളൊന്നും അവര് തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ വരില്ല. അത് ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ
പിന്നെ ഏറ്റവും നല്ല പിന്നെ വഴിയായിരുന്നു ഈ ഡൈവോഴ്സ് കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് സ്വന്തം മകളെ എന്തുകൊണ്ട് ആ അച്ഛൻ നോക്കിയില്ല? എന്തുകൊണ്ട് ആ അച്ഛനും അമ്മയും അവർക്ക് വേറൊരു വഴി ഉണ്ടാക്കി കൊടുത്തില്ല? അല്ലാതെ ഈ അവസാന നിമിഷം കൈ അതിന് ഒഴിഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വസ്തുത, ഈ സ്വന്തം വീട്ടുകാരെങ്കിലും ഇടപെട്ട് ഷൈനിക്ക് എവിടെയെങ്കിലും ഒരു ജോലിയുടെ കാര്യങ്ങൾ ആക്കി കൊടുത്തിരുന്നുവെങ്കിൽ കൊടുത്തിരുന്നെങ്കിൽ ഉറപ്പായും അവർ ജീവിച്ചിരുന്നേനെ. ആ മക്കളെ അവർ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിച്ചേനെ. കാരണം അവർക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള വിദ്യാഭ്യാസം അവർക്കുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും പുറത്തു പോയിട്ടാണെങ്കിലും ആ സ്ത്രീ തന്റെ മക്കളെ നോക്കിയേനെ. അപ്പോൾ അതിനൊന്നും നിങ്ങൾ ആരും വഴിയൊരുക്കി കൊടുത്തില്ല. പകരം വീണ് കിടന്നപ്പോഴും ചവിട്ടി മെതിക്കാനാണ് ശ്രമിച്ചത്. അപ്പോഴൊക്കെയും വീണ്ടും വീണ്ടും എഴുന്നേറ്റ് നിൽക്കാൻ അവർ ശ്രമിച്ചു എന്നുള്ളതാണ്. അവസാന നിമിഷം ഏതോ ഒരു ഘട്ടത്തിൽ പിടിവിട്ടുപോയ ഒരു സമയത്താണ് അവരങ്ങനെ. അത് ഈ നോബെ അപ്പൊ തന്നെ രാത്രി വിളിച്ചിരുന്നു. അയാള് പട്ടാളത്തിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് അയാള് ഭാര്യയെ വിളിച്ചിരുന്നു. ഭാര്യയെ വിളിച്ചത് തിരിച്ചു വരാൻ പറയാനോ സ്നേഹത്തോടെ രണ്ടു വാക്ക് പറയാനോ ആ നിമിഷവും അയാൾക്ക് തോന്നിയിട്ടില്ല. കാരണം അത് തോന്നിയില്ല എന്ന് പറയാനും പറ്റില്ല. കാരണം ഇവര് രണ്ടുപേരും മാനസികമായി വളരെയധികം വേർപെട്ട് കഴിഞ്ഞിരുന്നവരാണ്. അപ്പോൾ അയാള് പോയി ചാകാൻ പറഞ്ഞതും ഈ അയാള് ചാവാൻ പറഞ്ഞു എന്നുള്ളത് ഈ കൂട്ടർ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അമ്മ ഇപ്പോഴും അത് പറയുന്നെങ്കിലും അച്ഛൻ അത് കേട്ടതായി നടിക്കുന്നില്ല. അച്ഛൻ ആ വിവരം അറിഞ്ഞിട്ടില്ല. അമ്മയാണെങ്കിൽ ഒന്നും മിണ്ടുന്നുമില്ല. അപ്പോൾ ശരിക്കും ഇതിന് ഉത്തരവാദി എന്ന് പറയുന്നത് ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും തന്നെയാണ്. അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. പോലീസ് അന്വേഷണത്തിൽ ഈ എല്ലാ വശങ്ങളും, ഷൈനിയുടെ മക്കളുടെ ആത്മഹത്യയുടെ എല്ലാ വശങ്ങളും പോലീസ് അന്വേഷിക്കണം. എന്റെ അഭിപ്രായത്തിൽ ഇതൊരു ആത്മഹത്യ എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. കാരണം അവരെ ആ സ്ഥിതിയിൽ കൊണ്ട് എത്തിച്ചതാണ് ഈ ചുറ്റും നിന്നവരല്ല. ഇത് ശരിക്കും പറഞ്ഞ ഒരു കൊലപാതകം എന്ന് തന്നെ പറയണം. കോടതി ആ നിലയിൽ ഇതിനെ കണ്ടിട്ട് നടപടിയെടുക്കണം. അത് കാരണം ഇനിയും ഇതുപോലെ ഒരു സംഭവം ഉണ്ടാകരുത്. നിയമമെങ്കിലും കൂടെ നിൽക്കുന്നു എന്ന് കഴിഞ്ഞാലെങ്കിലും ഇതുപോലെ പ്രതിസന്ധികളുള്ള പെൺകുട്ടികൾ തിരികെ ജീവിതത്തിലേക്ക് കയറി വരുമല്ലോ. അപ്പോൾ ശക്തമായ ഇടപെടൽ ഈ കാര്യത്തിൽ ആവശ്യമാണ്. ഈ ഷൈനിയുടെ പിതാവിന്റെ ഓരോ പ്രസ്താവനകൾ പുറത്തേക്ക് വരുമ്പോൾ അയാൾക്കും കൃത്യമായി ഇതിൽ പങ്കുണ്ടെന്നാണ് തോന്നുന്നത്. അതെ, അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇവരുടെ തമ്മിലുള്ള നോബിന്റെയും ഷൈനിന്റെയും തമ്മിലുള്ള അകൽച്ചയ്ക്ക് ഉൾപ്പെടെ ആ അകൽച്ച ഇത്ര അധികം ആകുന്നതിന് മുൻപ് ഒന്നുകിൽ ഇവരെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കണമായിരുന്നു, അല്ലെങ്കിൽ ഇതിനു മുൻപ് ഇത്രയും പ്രശ്നങ്ങളാവുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ നിയമവ്യവസ്ഥയുണ്ട്. ഡൈവോഴ്സായി സ്വന്തം മകളെ കൊണ്ടുപോയി ജീവിപ്പിക്കാമായിരുന്നു. ഈ നോബിക്കെതിരെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസുണ്ട്. ആ കേസ് അതുപോലും അതിന്റെ അപ്ഡേഷൻസ് പോലും അന്വേഷിക്കാൻ, അല്ലെങ്കിൽ ആ കേസ് എന്തായി, അതിന്റെ നിയമ നടപടികൾ മുൻപോട്ട് കൊണ്ടുപോകാത്തത് എന്താണെന്നൊന്നും അന്വേഷിക്കാൻ സ്വന്തം മകളെ ചവിട്ടി കൂട്ടിയ ഒരുത്തനെതിരെ ഒരു കേസ് കൊടുത്തിട്ട് അതിന്റെ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോലും ഈ പിതാവ് തയ്യാറായില്ല. അതൊന്നും നമ്മുടെ കാര്യമല്ല. എന്തൊരു കാര്യമായത്? അങ്ങനെയാണോ ചെയ്യേണ്ടത്? അപ്പൊ സ്വന്തം മകളാവുമ്പോൾ കൂടുതൽ ഒരു ഉത്തരവാദിത്തമില്ല. ആ കുട്ടിയുടെ ജീവനും ആ കുട്ടിയുടെ വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യം. ആ വിദ്യാഭ്യാസത്തിനനുസരിച്ച് ഒരു ജോലി വാങ്ങിക്കൊടുക്കാൻ ആ കുട്ടിക്ക് അതിനനുസരിച്ച് പറന്നുയരാനുള്ള അവസരമെങ്കിലും കൊടുക്കാമായിരുന്നു. അല്ലാതെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വന്നു, ഇനി എന്താന്ന് വെച്ചാൽ അയക്കോ, ഇനി ഈ രണ്ട് കുട്ടികളെയും വെച്ച് ഇവിടെ അടങ്ങി കൂടിക്കോ, അല്ലെങ്കിൽ കുട്ടികളെ എവിടെയെങ്കിലും കൊണ്ട് ചേർത്തോ, എന്തോ ഒരു തെറ്റ് ചെയ്ത പോലെ, പെൺകുട്ടി മാത്രം തെറ്റ് ചെയ്ത പോലെയാണ് അയാളുടെ സംസാരം എല്ലാം ഉണ്ടായിട്ടുള്ളത്. അതിന് പുറമെ ആയിട്ട് അന്ന് തന്നെ ഇയാൾ ശ്രമിച്ചിരുന്നെങ്കിൽ, ഒരു ഡൈവോഴ്സ് മുൻപേ തന്നെ വാങ്ങി കൊടുത്തിരുന്നുവെങ്കിൽ, ഈ കുട്ടി ഒരു ജോലിക്ക് ശ്രമിച്ചിരുന്നുവെങ്കിൽ എന്നെല്ലാം നമുക്ക് കുറെ എങ്കിലുകൾ മാത്രമാണ് ഇപ്പൊ നമുക്ക് മുന്നിലുള്ളത്. അല്ലാതെ ഒരാളുടെ അവസാനം വരെ കണ്ടെത്തിയിട്ട് പിന്നെ നമ്മളൊന്ന് പിന്തിരിഞ്ഞു നോക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു. അപ്പൊ അതിനു മുൻപ്, നമ്മുടെ കയ്യിൽ നിന്നെല്ലാം വിട്ടുപോകുന്നതിന് മുമ്പ്, വിധി നമ്മളിൽ നിന്ന് എന്തെല്ലാം കവർന്നെടുക്കുന്നതിന് മുൻപ് കുറച്ചൊന്ന് ഒരു ബുദ്ധിപൂർവ്വം ചിന്തിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ആവുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ ഷൈനിയുടെ വിഷയത്തിൽ അവരുടെ കുടുംബക്കാർ, സ്വന്തം വീട്ടുകാർക്കെതിരെയും ഭർത്തൃ വീട്ടുകാർ, ഇവരുടെ എല്ലാം എന്തൊക്കെ ഇടപെടലുകൾ ഇവരൊക്കെ നടത്തിയിട്ടുണ്ടോ അതെല്ലാം പുറത്തേക്ക് വരണം. ആ അമ്മയ്ക്കും മകൾക്കും മരിച്ചു കഴിഞ്ഞെങ്കിലും നീതി കിട്ടട്ടെ. കാരണം പറയാൻ ഇല്ല. കാരണം അവർ ജീവിച്ചിരുന്നുവെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു രീതിയിൽ അവർ ജീവിച്ചോണ്ടേനെ. പക്ഷെ അതിനൊന്നും ഒരു അവസരം കൊടുക്കാതെ അവരെ ഈ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് ആരൊക്കെ ചേർന്നാണെങ്കിലും അവരെല്ലാം നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരാൻ ഈ കേസോടെയെങ്കിലും കഴിയട്ടെ. നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.